സുനിൽ ലോജി എന്ന ഇൻസ്റ്റാഗ്രാം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ mid-20s അല്ല 30s ഏജിലുള്ള കുറേ പെൺകുട്ടികളുടെ ഒപ്പമുള്ള വീഡിയോ അത് വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവർ നെഗറ്റീവ് പറഞ്ഞ പ്രോബ്ലം. ഹൂ കേഴ്സ്? സോഷ്യൽ മീഡിയയിൽ 1.5 വർഷം ആയിട്ടാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷെ പണ്ട് തൊട്ടുള്ള ഇപ്പം നമ്മൾ സിനിമ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം ബിഗ് ബിയിലെ സീനിലൊക്കെ വന്നു പോയിട്ടുണ്ട്. ഇപ്പം ലാലേട്ടൻ മമ്മൂക്കായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്, പല ആക്ടേഴ്സായിട്ടും ഡയറക്ടേഴ്സായിട്ടും ഒക്കെയുള്ള വലുതും ചെറുതായിട്ടുള്ള ബന്ധങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇപ്പം സിനിമ ഇൻഡസ്ട്രി ഇത് മാറി നിൽക്കുന്നു. 1.5 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാനും തുടങ്ങി. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പിന്നീട് ആക്റ്റീവ് ആവാൻ? ഇപ്പോൾ പലരും പല ആക്ടേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ഇതെല്ലാം നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഫെയ്ഡഡ് ആവും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ആയപ്പം ലോട്ട് ഓഫ് പീപ്പിൾ യൂസ് ടു കം ആൻഡ് മീറ്റ് മീ. അപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ദുബായി പോയാൽ പെട്രോൾ പമ്പിലെ സ്റ്റാഫ്, ഓക്കെ, സാധാരണക്കാർ, മനസ്സിലായില്ലേ, അവരെല്ലാം വന്ന് നമ്മളെ മീറ്റ് ചെയ്യും. രസമാണ് അത്. അങ്ങനെ ഞാൻ അപ്പോൾ അതൊക്കെ എക്സൈറ്റഡ് ആയി. ദിസ് ഈസ് ഗുഡ്. സോ അങ്ങനെ ആൾക്കാരായിട്ട് സംസാരിക്കാം. എനിക്ക് മടിയില്ല സംസാരിക്കാൻ. അങ്ങനെയാണത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഇടയ്ക്ക് പോസ്റ്റൊക്കെ ഇടാം. അല്ലാണ്ട് അതിന് വേണ്ടി പറയാൻ നടക്കുന്ന പരിപാടിയൊന്നുമില്ല. തോന്നുമ്പോൾ ഇടും, അത് തന്നെ. അല്ലാണ്ട് എനിക്ക് ഫോളോവേഴ്സ് കൂടണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മില്യൺ വേണം, നത്തിങ്. വെൻ ഐ ഫീൽ ലൈക്ക് ഡു സംതിങ് ഐ ഡു. ദാറ്റ്സ് ഇറ്റ്. ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാം വീഡിയോസ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴല്ലേ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് നൗ. അതല്ലേ ഇവിടെ ഞാൻ 83 ഞാൻ ഹിമാലയാസ് പോകുന്നത് മണാലിയിൽ നിന്ന് ഞാനൊരു ബസ്സിൻ്റെ താഴ്ത്തിരുന്നാണ് പോകുന്നത്. ഒരു ജർമ്മൻ ബസ് 1983. അത് കിലോങ് റൊത്താങ് പാസിലേക്കാണ് പോണേ. എൻ്റെ കയ്യിൽ ക്യാമറയിൽ ഒന്നുമില്ല. ഇറ്റ്സ് ദയർ. അപ്പോൾ ഇപ്പോഴല്ലേ ഈ ക്യാമറയും ബഹളവും ഇതെല്ലാം തന്നെ അല്ലേ? ആ സമയത്ത് അങ്ങനത്തെ സീനൊന്നുമില്ല. ട്രാവൽ ചെയ്യുക, മനസ്സിൽ കൊണ്ടു നടക്കുക. അതെ. ഇപ്പോൾ പലരും ഇങ്ങനെ പറയുന്നതാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, സുനിൽ ലോജി എന്ന ഇൻസ്റ്റാഗ്രാമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഈ ചെറുതല്ല, ഇപ്പം ഒരു mid-20s അല്ല 30s ഏജിലുള്ള കുറേ പെൺകുട്ടികളുടെ ഒപ്പമുള്ള വീഡിയോ അത് വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സാ 18 ആയിട്ടായി. താൻ റോളിംഗ് സ്റ്റോൺസ് കേട്ടിട്ടുണ്ടോ? ആരാ റോളിംഗ് സ്റ്റോൺസ്? മിക് ജാഗർ ആരാന്നറിയോ? ഇല്ല. ഓക്കെ, പറഞ്ഞോ. അതെ, റോക്ക്, അതെ, ഇത് മിക് ജാഗർ. മനസ്സിലായല്ലേ? സോ മിക് ജാഗറിൻ്റെ ചില പാട്ടുകളുണ്ട്, അതൊക്കെ കേൾക്ക്. അതിലൊന്ന് 18 ഡൈ ആണ്. ഏജ് എന്ന് പറഞ്ഞ ഇല്ലടോ. ജസ്റ്റ് എ നമ്പർ, അത്രേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ തന്നെക്കാളും എങ്ങായിരിക്കും എൻ്റെ മൈൻഡ്. മനസ്സിലായല്ലോ? സോ ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ. എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ 80 വയസ്സുള്ള ആൾക്കാർ മുതൽ എനിക്ക് ഇപ്പം എൻ്റെ ഏറ്റവും 20 വയസ്സുള്ള ഫ്രണ്ട്സ് വരെ ഉണ്ട്. 20 വയസ്സുള്ള അവരൊക്കെ എൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ആവും. അതെ, ബിക്കോസ് മൈ എക്സ്പീരിയൻസ്. ഈ ആളുകൾ ഇങ്ങനെ ഇതിന്റെ പേരിൽ നെഗറ്റീവ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. തന്റെ റൈറ്റ് എന്റെ റോങ് ആയിരിക്കും, എന്റെ റോങ് തന്റെ റൈറ്റ് ആയിരിക്കും. അവർ നെഗറ്റീവ് പറഞ്ഞ പ്രോബ്ലം. ഹൂ കേഴ്സ്? അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇവരവർ പറയട്ടെ. എനിക്ക് ടൈമില്ല. എൻ്റെ സെക്രട്ടറിമാരാണ് എൻ്റെ ഇതൊക്കെ വായിക്കുക, ഏത് ഈ എൻ്റെ കമൻസ് ഒക്കെ വായിക്കുക. എനിക്ക് നല്ല സമയമില്ല. പറഞ്ഞു തരാറുണ്ടോ? പറഞ്ഞൊന്നുമില്ല. അവരിന്ന് ചിരിക്കലാണ്. പിടക്കിയാ ചോദിക്കുക എന്താ ചിരിക്കണേ? അപ്പം ഭയങ്കര കമന്റ് കേട്ടോ. അതെ അതെ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ കണ്ടിട്ട് മെസ്സേജസ് ഒക്കെ വരുന്നൊന്നും നോക്കാറില്ല? ഇവര് തന്നെയാണ് നോക്കുന്നത്? അവർ നോക്കും. അതെ, അല്ലാണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ശരിക്കും വീഡിയോസ് ഇടുമെന്നല്ലാതെ അത്ര ആക്റ്റീവ് വീഡിയോസ് ഇടാൻ എനിക്കറിയില്ല. വീഡിയോസ് ആരെങ്കിലും ഇട്ട് തരണം. ഇപ്പോഴും അറിയില്ല ഇടാൻ. ഇത്രയും സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ ഇത്ര ആക്റ്റീവ് ആണ്, പക്ഷെ അപ്പൊ പഠിക്കണം എന്നൊക്കെ തോന്നില്ല? അല്ല, അപ്പൊ തന്നെ എവിടെയെങ്കിലും സ്റ്റോറി ഇടാനൊക്കെ തോന്നില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പൊ അടുത്ത് എൻ്റെ സെക്രട്ടറി ഇട്ട്. അങ്ങനെയാണ് സ്റ്റോറി എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഇടണം എന്നുള്ളത് മനസ്സിലാക്കിയത്. അല്ലാണ്ട് എനിക്കറിയില്ല സ്റ്റോറി ഇടാൻ. ആകെ 5 സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്. അല്ല, ഇത് അറിഞ്ഞിരിക്കണം തോന്നിയില്ലേ? വൈ ഷുഡ് ഐ? ബിക്കോസ് എടോ, അത്
പലർക്കും അത് നെസസിറ്റിയാണ്. എനിക്കത് നെസസിറ്റി അല്ല. ഐ ആം ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫൺ ഓഫ് ഇറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ എൻ്റെ നെസസിറ്റി അല്ല അത്. അവന് ഇത് തോന്നിയാണ് ആരെങ്കിലും എന്തൊക്കെ കമൻറ്റ് വന്നാൽ അടിച്ചോ, അതുതല്ലേ. ദാറ്റ്സ് ഇറ്റ്. സോ ഫിലിം പ്രൊഡ്യൂസറായിരുന്നു ഇപ്പോൾ 22FK, പിക്കറ്റ് 43. ഇതിന് ശേഷം ഇപ്പോൾ എന്തോ ഫിലിം പ്രൊഡക്ഷനിൽ നിന്ന് മാറി നിന്നത്? ആമേനും കൂടി ഉണ്ട്. ആമേൻ 2 കൊല്ലം നമ്മൾ പണിയെടുത്തൊരു സിനിമ ആമേൻ. ആമേൻ ഷൂട്ടിങ്ങിന് മുമ്പ് ഞാൻ ആ പടം വിറ്റ് കളഞ്ഞു. അതെ, ആ പടം കൊടുത്തു കളഞ്ഞു. ലോട്ട് ഓഫ് എഫർട്ട് ആമേൻ. അത് കഴിഞ്ഞൊരു എനിക്ക് ബിസിനസ്സാണ്, അല്ലാണ്ട് എനിക്ക് സിനിമ കൂടി ഒരു പൈസ ഉണ്ടാക്കണതല്ല. ഇത് നമുക്ക് എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ പടം പിടിച്ച് മുമ്പിൽ നിന്ന് കരയുന്ന പല പ്രൊഡ്യൂസർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞ പല പ്രൊഡ്യൂസർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പൊട്ടാൻ താല്പര്യമില്ല. അതാ നമ്മൾ തീ കാണുമ്പം ഇതിങ്ങനെ മറ്റേ എന്തായാലും പറഞ്ഞാൽ ചെയ്യാൻ പറ്റേ അതുപോലെ ഇത് ചെയ്യല്ലേ, അതുപോലെ അതാണ് സിനിമ. പക്ഷേ 22FK ഒക്കെ ഇൻഡസ്ട്രിയിൽ വലിയ ഹിറ്റ് ഉണ്ടാക്കിയ സിനിമയാണ്. ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമയാണ്. അത്തരത്തിലുള്ള സിനിമകളൊക്കെ വന്ന് 22FK ടച്ച് ചെയ്ത എല്ലാവരും സൂപ്പർ ഡൂപ്പർ ആൾക്കാരാ. ഫഹദ്, ദിലേഷ്, എല്ലാവരും. യു ടേക്ക് എവരിബഡി. അതുകൊണ്ട് അല്ല, പിന്നീട് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിനിമയിൽ ടച്ച് ചെയ്യാഞ്ഞത്? ഇവിടെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കത് ബിസിനസ്സാണ്. അല്ലാണ്ട് എനിക്ക് ഇറ്റ്സ് എ ബിസിനസ് ഫോർ മീ. അതെനിക്ക് പെർഫെക്റ്റായിട്ട് എനിക്ക് റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ഐ മൈറ്റ് ഡു. അതെ, അല്ലാണ്ട് ഒരു സിനിമ പിടിക്കണം, സിനിമ പിടിച്ച് എൻ്റെ പേരവിടെ വരണം എന്നുള്ളതൊന്നും നോ. ഇപ്പോൾ കെട്ടിക്കുഞ്ഞോൻ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടാ? കെട്ടിക്കുഞ്ഞോൻ്റെ കഥ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ കെട്ടിക്കുഞ്ഞോൻ ഇങ്ങനെ നിൽക്കുന്നത് അതെ. സോ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. ഇറ്റ്സ് എ ബിസിനസ്, ആണത് വെർട്ടിക്കൽ, ബിക്കോസ് ഐ ഹവ് ഗോട്ട് ഡിഫറെൻറ്റ് വെർട്ടിക്കൽസ്, ഡിഫറെൻറ്റ് ബിസിനസ്. അതിലൊരു ചെറിയൊരു ബിസിനസ് സിനിമ. ഇപ്പോഴും നല്ല സിനിമ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യൂല. ഈ പറഞ്ഞ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ ഡെത്ത് റോയിലെ ഒരാളുണ്ടായിരുന്നു, ഡെത്ത് റോയിൽ. അപ്പോൾ യൂസഫലിയാണ് അത് പൈസ കൊടുത്ത് ഇറക്കിയത്. അപ്പോൾ അയാളുടെ കഥ ഞാൻ വാങ്ങിച്ചു, അത് എഴുതി ഹാഫ് ടൈം വരെയായി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ധൃതിയൊന്നുമില്ല, മെല്ലെ ചെയ്താൽ മതി, എല്ലാം മതിയെന്നേ. പിന്നെ നമ്മളെന്തിനാ ധൃതി പിടിക്കുന്നത്? ബിഗ് ബിയിലെ ആക്ട് ചെയ്തല്ല ഒരു ഷോട്ടിൽ ഇങ്ങനെ ഒരു ഷോട്ടാ, ബാക്കി എന്ത് ഞാനെന്തേ പറഞ്ഞു? ഓപ്പണിംഗ് ഷോട്ടിൽ നമ്മുടെ നഫീസായിലെ കൊല്ലണം ഞാനല്ലേ. പിന്നെ പുള്ളിക്കാരി എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ അതിലോട്ടൊക്കെ അമല് പറഞ്ഞ കാരണം തമാശക്ക് ചെയ്തതാണ്. അത്രേ ഉള്ളൂ. അതെ, അതിനകത്ത് ഒരു കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മമ്മൂട്ടി കുടയും പിടിച്ചിട്ട് റോഡ് സൈഡിൽ കുടയും പിടിച്ചിരിക്കുക. ഞാൻ എൻ്റെ ബെൻസിൽ ഓപ്പോസിറ്റ് ദൂരെ മാറിക്കിടക്കുക. ഞാനിടയ്ക്ക് ഇങ്ങനെ കൈ കാണിക്കും, 2 എണ്ണം അടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ കൈ കാണിക്കും മമ്മൂട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചത്തവ് പറയും, അവിടെ ഇരുന്നോ, വണ്ടിയിൽ തന്നെ ഇരുന്നോ, ഞങ്ങളിങ്ങനെ കുടയൊക്കെ പിടിച്ചുകൊണ്ട് ഇരിക്കാം, ഞങ്ങളുടെ തൊഴിൽ ഇതാണല്ലോ എന്നല്ല പറഞ്ഞു. പുള്ളിയുടെ ആ ഡയലോഗ് അടിപൊളിയായിരുന്നു. അതെ, അപ്പൊ ഈ സിനിമ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഈ ഒരു ഇൻസിഡന്റും കൂടെ ആയിരിക്കും. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഒരു ബന്ധവുമില്ല, ആരായിട്ടും ഒരു ബന്ധവുമില്ല, എല്ലാവരും അറിയാം, ഒരു ബന്ധവുമില്ല, അത്രേ ഉള്ളൂ.